സലാം. അക്ഷരാർത്ഥത്തിൽ ഡീഗ്രേഡോളികളുടെ നെഞ്ചത്ത് റീത്ത് വെച്ചിരിക്കുകയാണ് ലാലേട്ടൻ. വെറുതെ റീത്ത് വെക്കുക മാത്രമല്ല, റീത്ത് വെച്ച് അതിന് മുകളിൽ ഡാൻസ് കളിക്കുക കൂടെ ചെയ്യുകയാണ്. അത് എമ്പുരാൻ്റെ വിജയം സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു സിനിമ വന്നപ്പോൾ മുൻകാലത്തെ പോലെ, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമ പോലെ പരാജയപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ പരാജയപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന പല ഡീഗ്രേഡോളി കുഞ്ഞുങ്ങളുമുണ്ട്. അതുങ്ങളുടെയൊക്കെ നെഞ്ചത്ത് റീത്ത് വെച്ച് പീപ്പി വിളിച്ചിരിക്കുന്നു ലാലേട്ടൻ. എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് 7ാം ദിവസത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ്. പ്രീസെയിലൂടെ മാത്രം സിനിമ 4 കോടിക്ക് മുകളിലെത്തുമ്പോൾ ഇന്നും സിനിമ 6 കോടിയോളം നേടുമെന്നാണ് കേരള ബോക്സ് ഓഫീസ് പറയുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷനിലൂടെ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 65 കോടിയോളമാണ്. ഇന്നത്തോടുകൂടി സിനിമ 70 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മിഡ് വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായിട്ടുള്ള ഇടിവ് നമുക്ക് കാണാൻ കഴിയുന്നു. തിങ്കൾ, ചൊവ്വ, ബുധനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ കളക്ഷനാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം, സാധാരണ മലയാള സിനിമകളുടെ കളക്ഷനേക്കാൾ കൂടുതലാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ പോകുന്നത്. വലിയ താമസമില്ലാതെ 100 കോടി കേരളത്തിൽ നിന്ന് മാത്രമായി ഈ സിനിമ നേടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനോടൊപ്പം ഇനിയും മത്സരിക്കാൻ ഒരുപാട് സിനിമകൾ പിന്നാലെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഓറഞ്ചാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഗ്രീൻ കത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, തിയേറ്ററിൽ പോയി ചിലർക്കൊക്കെ സിനിമ കാണണ്ടേ എന്നുള്ളത്, അല്ലാതെ ഓൺലൈൻ ബുക്കിംഗ് മാത്രം നടത്തിയിട്ട് കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് ചെറിയൊരു അയവ് വന്നിരിക്കുന്നു. അത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് മാത്രം. അതും നമുക്ക് പുതിയ ഷോകൾ ആഡ് ചെയ്യുമ്പോൾ, അതായത് രാത്രി 11 മണിയുടെയും അങ്ങനെയുള്ള ഷോകളിൽ നിന്ന് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് തന്നെയാണ്. ഈവനിങ് 11 മണിക്കും അല്ലെങ്കിൽ 9:30ക്കുമുള്ള ഷോകൾക്കൊക്കെയാണ് ഇപ്പോൾ ടിക്കറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇതിനൊരു തരംഗമായിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇതിനോടകം തന്നെ 220 കോടിയും കടന്ന് 250 കോടി എന്നുള്ള റേഞ്ചിലേക്ക് എത്താൻ പോവുകയാണ്. വമ്പൻ വിവാദങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ സിനിമ കുതിച്ചു പായുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ എന്നുള്ളതാണ് ഉത്തരം. അത് ഫാനാണേലും ഫാൻ അല്ലെങ്കിലും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം മോഹൻലാലിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇത്രത്തോളം ഗംഭീരമായി കയറുന്നത്. വേറെ ഒരു നടനും കഴിയില്ല, വേറെ ആരൊക്കെ വന്നാൽ എത്രത്തോളം നടന്മാരുണ്ടെങ്കിലും ഇത്രത്തോളം ഗംഭീരമാകുകയുമില്ല എന്ന് തന്നെ പറയാം. ഹെവി പോസിറ്റീവ് ഒന്നുമല്ല, ആവറേജ് എബോ ആവറേജിൽ മാത്രം നിൽക്കുക എന്ന ഈ ഒരു സിനിമയ്ക്ക് ഇത്ര വിജയം നേടുകയാണെങ്കിൽ, ഇതൊരു ഹെവി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എവിടെ പോയി നിന്നേനേയും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാവുന്ന കാര്യം മാത്രമാണ്. ഇതിനോടകം തന്നെ 38 ലക്ഷം ടിക്കറ്റോളമാണ് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം പോയിരിക്കുന്നത്. അതായത് ഇന്നോടുകൂടി അത് 40 ലക്ഷം കടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും എമ്പുരാൻ്റെ കൊടൂര വിജയം ഇത് ആഘോഷിക്കുകയാണ്. അതെ, ഡീഗ്രേഡേഴ്സിൻ്റെ നെഞ്ചത്ത് റീത്ത് വെച്ച് തന്നെയുള്ള ആഘോഷം കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.